നമ്മൾ പല മാരേജസിലും ആഘോഷ പരിപാടികളിലും തോക്കുകൾ വെച്ചിട്ട് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ആഘോഷങ്ങളിലൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നത് അപകടകരമാണോ? സോ നമ്മൾ ഈ വീഡിയോയിൽ ആൻസർ ചെയ്യാൻ പോകുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ആ ബുള്ളറ്റിന് എന്ത് സംഭവിക്കും? ക്വസ്റ്റ്യൻ നമ്പർ 2, ആ ബുള്ളറ്റ് താഴേക്ക് വരുമോ? ക്വസ്റ്റ്യൻ നമ്പർ 3, ആ ബുള്ളറ്റ് ഒരാളുടെ മേലെയാണ് വീഴുന്നതെങ്കിൽ ആൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബുള്ളറ്റിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നത് ഈ ആംഗിളിലാണ് വിചാരിക്കുക, കറക്റ്റ് 90 ഡിഗ്രിയിലാണ് വിചാരിക്കുക. ഈ സമയത്ത് ബുള്ളറ്റ് തോക്കിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ ബുള്ളറ്റിന്റെ പരമാവധി വെലോസിറ്റിയും പരമാവധി കൈനറ്റിക് എനർജിയിലായിരിക്കും ആ ബുള്ളറ്റ് നിലനിൽക്കുന്നത്. പിന്നീട് അത് മുകളിലേക്ക് പോകും തോറും ഗ്രാവിറ്റിയും എയർ റെസിസ്റ്റൻസും ആ ബുള്ളറ്റിനെ സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ബുള്ളറ്റ് അതിന്റെ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആകും. പക്ഷെ ഇത്രയും സമയത്തിനുള്ള അത് സ്പേസിൽ എത്തിയാലോ? നമ്മുടെ എർത്തിന്റെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11,200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ ഈ ബുള്ളറ്റിനൊക്കെയുള്ള വരുന്ന മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം 2000 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ബുള്ളറ്റ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ അവിടെ കാണുന്നത് അത് വിട്ടിട്ട് പുറത്തേക്ക് പോവില്ല. സോ ബുള്ളറ്റ് എന്തായാലും ഭൂമിയിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഇപ്പൊ ബുള്ളറ്റ് നിൽക്കുന്നത് അവിടെ ആകാശത്ത് ടോപ്പിൽ 0 വെലോസിറ്റിയിലാണ്. ബുള്ളറ്റിനെ ഗ്രാവിറ്റി താഴോട്ട് വലിച്ചു തുടങ്ങും. സോ ഈ ബുള്ളറ്റിനെ ഗ്രാവിറ്റി താഴോട്ട് വലിക്കും തോറും ഈ ബുള്ളറ്റിന്റെ ആക്സലറേഷൻ, അതായത് ബുള്ളറ്റിന്റെ സ്പീഡ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ചിട്ട് ഓരോ സെക്കൻഡിലും ഗ്രാവിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കും. ബട്ട് അവിടെയുള്ളത് ഗ്രാവിറ്റി മാത്രമല്ല, അവിടെ വേറെ ആൾ കൂടി ഉണ്ട്. അയാളാണ് എയർ റെസിസ്റ്റൻസ്. എയർ റെസിസ്റ്റൻസ് ഗ്രാവിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചും അങ്ങോട്ട് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യും. നമ്മുടെ ബുള്ളറ്റ് കിടന്ന് കറങ്ങും, അതുപോലെ ട്രംബിൾ ചെയ്യും. അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു സൈഡിൽ നിന്ന് താഴത്തേക്ക് ബലം പ്രയോഗിക്കുന്നു, എയർ റെസിസ്റ്റൻസ് മുകളിലേക്ക് കൊടുക്കുന്നു. ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ 2 ഫോഴ്സ് അതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം അത് കോൺസ്റ്റന്റ് സ്പീഡിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ചെന്ന് ഇത് ടെർമിനൽ വെലോസിറ്റിയിൽ ചെന്ന് അവസാനിക്കും. ഈ ബുള്ളറ്റിന് ഇനി സ്പീഡ് കൂടുകയോ ഇല്ല കുറയുകയോ ഇല്ല. ഇങ്ങനെ വരുന്ന ബുള്ളറ്റ് ഹ്യൂമൻസിന് ഡേഞ്ചറസ് ആണ്. അങ്ങനെ വരുന്ന ഒരു .30 കാലിബറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 90 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മുടെ ശരീരത്തെ തുളയ്ക്കാനായിട്ട് ബുള്ളറ്റിന് ആവശ്യമുള്ളത് വെറും 37 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്രഷോൾഡിനേക്കാളും അറൌണ്ട് 2.5 ടൈംസ് ഈ സ്പീഡ് കൂടുതലാണ്. സോ ഒബ്വിയസ്ലി അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇനി അടുത്ത പ്രശ്നം, ഇത് വരുന്നത് നമ്മുടെ തലയുടെ മുകളിലായിട്ട്, ബിക്കോസ് വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ഐദർ ഷോൾഡേഴ്സ് ഓർ നമ്മുടെ ഹെഡ്, നമ്മുടെ തലയിൽ അത് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഡെത്ത് ഉറപ്പാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വെർട്ടിക്കൽ ആണ്, അതായത് ഇങ്ങനെ ആഘോഷങ്ങൾക്കൊക്കെ ആൾക്കാർ വെർട്ടിക്കൽ ആയിട്ടൊന്നല്ല വെക്കുക, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെയാണ് വെക്കുക. ഇത് പാരബോളിക് പാത്താണ് എടുക്കുക. സോ ലെസ് എയർ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ബുള്ളറ്റ് എയറിൽ കിടന്ന് കറങ്ങണ ആ പരിപാടി ഒന്നുമില്ല. നേരെ ചെന്ന് അടിക്കുകയാണ് ചെയ്യുക. സ്പീഡ് കൂടും, ഇഞ്ചുറി കൂടും, ഡാമേജും കൂടും. ഇനി ഈ പറഞ്ഞ കണക്കൊന്നും വെച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ there are real incidents. 2012, celebratory gunfire nearly cost one Tampa Bay man his life. ഈ കാണുന്ന ന്യൂസ് എല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ഇറ്റ്സ് വെരി കോമൺ. കൺട്രീസ് ലൈക്ക് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, US, പിന്നെ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഇന്ത്യയിലും അത് നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിലെ US-നൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വിരളമാണ്. ബിക്കോസ് നമുക്ക് ലൈസൻസ്ഡ് ഗൺസ് കുറവാണ്. പക്ഷെ അപ്പോഴും നമുക്കൊരു സംശയമുണ്ട്, പോലീസും പട്ടാളവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തോക്കെടുത്തിട്ട് മുകളിലേക്ക് വെടിവെക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അവരിതൊക്കെ ബാൻ ചെയ്യേണ്ടതല്ലേ? പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബിക്കോസ് പോലീസും പട്ടാളവും വെടിവെക്കുമ്പോൾ അവർ അവിടെ ഒറിജിനൽ ബുള്ളറ്റല്ല ഉപയോഗിക്കുന്നത്, പകരം ഡമ്മി ബുള്ളറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആ ബുള്ളറ്റിന് പകരം അവിടെ അവർ വെക്കുന്നത് റബ്ബറാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഹാർംഫുൾ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ശരി, ബൈ.